ജനങ്ങളെ പോന്നോളി നമ്മുടെ ഗൂഡല്ലൂർ ഒറ്റുവയലിലേക്ക്. ഇവിടെ മഞ്ഞളിപ്പില്ല, മാളില്ല, ഈ രണ്ട് രോഗങ്ങളും ഇല്ലാത്ത കവുങ്ങ് കാണാം. വളരെ ധാരാളമായി നല്ല വളരെ കൂടുതലായി വിളവുള്ള കവുങ്ങ് കാണണമെങ്കിൽ ഒറ്റുവയൽ ഗൂഡല്ലൂരിലേക്ക് വരൂ. ഇവിടെ ഈ ഒരു ഭൂമി എന്ന് പറഞ്ഞത് ഒരു രോഗാണുകളും ഇല്ലാത്ത രോഗാണു വിമുക്തമായ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ വിളകൾ ധാരാളം ഉണ്ടാകും. വെള്ളം, അത് വളം തുടങ്ങിയ റോഡ് സൗകര്യം എല്ലാ സംഗതിയും ഇവിടെയുണ്ട്. പാട്ടം എടുക്കുന്ന ആളുകളും തോട്ടം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളും നമ്മുടെ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിലേക്ക് വരൂ. ഇവിടെയുള്ള അടക്കയുടെ കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് നേരിട്ട് കാണിച്ചു തരാം. അതാണ് മക്കളെ, കാണൂ. ഇതാണ് നമ്മുടെ ഒറ്റുവയലിലുള്ള ഈ കവുങ്ങ് കൃഷി. നിങ്ങൾ കാണൂ. നമ്മുടെ കൃഷി എന്ന് പറഞ്ഞത് ശരി നിങ്ങൾ നോക്കൂ. കവുങ്ങുമേലുള്ള അടക്ക ഇപ്പോഴും വളരെ ഉഷാറായ അടക്കയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൊലമേൽ ഒരു കവുങ്ങുമേൽ 2 കൊല ഉണ്ടാവുള്ളൂ. ഇവിടെ 5ഉം 6ഉം കൊലയുണ്ട്. ഇപ്പോഴും അടക്ക കഴിഞ്ഞിട്ടില്ല. ഈ സമയം ഒരു ഡിസംബർ അവസാനമാണ്. നമ്മുടെ നാട്ടിൽ ഡിസംബർ അവസാനം, ഈ മലപ്പുറം ജില്ലയിലൊക്കെ ഡിസംബർ അവസാനം കവുങ്ങ് കൃഷി അടക്ക കഴിഞ്ഞു. അതുകൊണ്ട് ഈ കൃഷി എന്ന് പറഞ്ഞത് കലയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രമാണ്, ബിസിനസ്സാണ്. എന്താണ് കല? ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കുമ്പോൾ, കലാവാസനയുള്ള ഒരു ആൾ കൃഷി ഉണ്ടാക്കുമ്പോൾ കലാപരമായി തന്നെ ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഒരു തോട്ടം കവുങ്ങ് കൃഷി കണ്ടു കഴിഞ്ഞാൽ വളരെ ലെവലായി തന്നെ ചൂടി ഉപയോഗിച്ച് വളരെ ക്ലിയറായി ആ കൃഷി ചെയ്തിരിക്കും. അത് കാണുമ്പോൾ തന്നെ ഒരു മനോഹരമാണ്. വളരെ ലൈനായി ക്ലിയറായി ഉണ്ടാക്കിയിരിക്കും. അതുപോലെ തന്നെ ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ സുപ്രിയ എന്ന നെൽവിത്ത് 1 ഹെക്ടറിൽ നമുക്ക് 6 ടൺ വിളവ് കിട്ടും. നേരെ മറിച്ച് പഴയ വിത്തായ നമ്മുടെ മുണ്ട എന്ന വിത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 2-3 ടണ്ണേ 1 ഹെക്ടറിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കൃഷി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. അതേപോലെ തന്നെ ഒരു ബിസിനസ്സാണ് കൃഷി. എന്താണ് ബിസിനസ്? 1 കിലോ അടക്കയോട് കൊണ്ട് നമുക്ക് ഒരു 50-60 തൈകൾ ഉണ്ടാക്കാം. ഒരു തൈയിന് എങ്ങനെയായാലും 30 രൂപ കിട്ടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ 1 കിലോ അടക്കമണ്ണ് ഉണ്ടാക്കാം. അതാണ് ബിസിനസ്സാണ് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് നിങ്ങൾ ഈ വളരെ ആരോഗ്യപരമായ കവുങ്ങ് കൃഷി കാണണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഗൂഡല്ലൂർ ഒറ്റുവയൽ എന്ന സ്ഥലത്തിലേക്ക് വരൂ. ഇതാണ് ഇതിൻ്റെ കാഴ്ചകൾ. അവിടെ ഓക്കെ, താങ്ക് യു.